ഒരുപാട് റിസോർട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇത്രക്കും അടിപൊളിയായിട്ടൊരു റിസോർട്ടിൽ ഞാൻ ആദ്യമായിട്ടിട്ട് പോകുന്നത്, അതും നമ്മുടെ കക്കാടംപൊയിൽ. ഈ ഒരു റിസോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5 കിലോമീറ്ററോളം എടുത്ത് ജീപ്പിൽ ഓഫ് റോഡ് ഒക്കെ ചെയ്തിട്ട് വേണ്ട ഈ ഒരു റിസോർട്ടിലേക്ക് എത്തിച്ചേരാൻ. റിസോർട്ടിലെ സമയം ഏകദേശം രാത്രി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും കണ്ടിട്ടില്ല, ഫുള്ള് കോട മഞ്ഞിൽ മൂടി കിടക്കായിരുന്നു. നേരെ ഉറങ്ങി പിറ്റേ ദിവസത്തെ രാവിലത്തെ വിഷലായിട്ടപ്പോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നല്ല പുട്ടും ചപ്പാത്തി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോ നേരെ റിസോർട്ടിന്റെ കാര്യങ്ങളും ആംബിയൻസും എല്ലാം ഒന്ന് കണ്ടുവരാൻ. ഇനി നമ്മൾ നേരെ പോയത് ഈ ഒരു കാണുന്ന സ്വിമ്മിംഗ് പൂളിൽ കുളിക്കാനാട്ടോ. അതും മലയോടെ തന്നെ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു സ്വിമ്മിംഗ് പൂൾ ഉള്ളത്. ഇവിടുന്ന് താഴേക്ക് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ടല്ലോ, അത് അത്രക്കും അടിപൊളിയാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ഒരു വ്യൂ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഇപ്പൊ നിങ്ങൾക്ക് രാത്രി അൽഫാം ചൂടാനുള്ള ഗ്രില്ലും ഇനിയിപ്പോ ക്യാമ്പ് ഫയർ നടക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. ഇപ്പൊ റൂമുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റൂമുകളും ബാൽക്കണി അറ്റാച്ച്ഡ് ആയിട്ടുള്ള റൂമുകളാട്ടോ. എല്ലാ റൂമുകളുടെ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു കാണുന്ന വ്യൂ ആയിട്ട് നിങ്ങൾ കാണുക. ഇപ്പൊ റൂമുകളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി റൂമുകളും അതുപോലെ തന്നെ പാർട്ടി പരിപാടി നടക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാർട്ടി ഹോൾ. അപ്പൊ ഈ ഒരു റിസോർട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കക്കാടംപൊയിൽ നായാടംപൊയിലുള്ള കൂളോക്സീൻ.